ഇന്നൊരു അപ്രതീക്ഷിത റോഡ് ട്രിപ്പ് ആയിരുന്നു. സ്വീഡന്റെ കുറച്ച് ഔട്ടർ ഏരിയയിലുള്ള സോളേബ്രൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സെക്കൻഡ് ഹാൻഡ് ടയർസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിന് ബോസ് വിളിച്ചിട്ട് വാ നമുക്കൊരു സ്ഥലം വരെ പോകാം, ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സെക്കൻഡ് ഹാൻഡ് ടയർസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കാണുന്ന വണ്ടിക്കൊന്നും പുതിയ ടയർസ് മേടിച്ചിട്ട് മുതലാവുന്ന പരിപാടിയല്ലോ. ഈ കാണുന്ന വണ്ടിയിലാട്ടോ ഞങ്ങൾ പോണേ. ചെറിയ ലോറി പോലെയൊക്കെ ഉണ്ടെങ്കിൽ കാറിന് ലൈസൻസ് ഒക്കെ വെച്ച് ഓടിക്കാവുന്ന വണ്ടിയാട്ടോ. സാധനം ഓട്ടോമാറ്റിക്കുമാണ്. അപ്പൊ സമയങ്ങളെ ഞങ്ങൾ ഇറങ്ങി 1 മണിക്കൂറാണ് ട്രാവൽ ടൈം പറഞ്ഞേക്കണേ. നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് ഔട്ടർ ഏരിയയിലായതുകൊണ്ട് ഇങ്ങോട്ട് വലിയ മോട്ടോർ വേ കണക്ഷൻസ് ഒന്നും ഇല്ല. ഇങ്ങനത്തെ ഹൈ സ്പീഡ് 2 വേ ട്രാഫിക് ഉള്ള കൺട്രി റോഡുകളൊക്കെയാണ് ഉള്ളത്. 80-70 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം സ്പീഡ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്രോസ് ട്രാഫിക് ഉള്ളതുകൊണ്ട് വെച്ച് കയറി പോകാനൊന്നും പറ്റൂല. പക്ഷെ നല്ല ഭംഗിയുള്ള വഴികളാണ്. റോഡ് സൈഡിൽ കൂടെ ഇഷ്ടം പോലെ പശുക്കളൊക്കെ നിന്ന് മേയുണ്ട്. പിന്നെ ഈ ഒരു യാത്രയിൽ എല്ലാ ടൈപ്പ് ഓഫ് റോഡ് മാർക്കിങ്സ് ഞാൻ കണ്ടു എന്നുള്ളതാണ്. തിയറിയിൽ മാത്രം പഠിച്ചിട്ടുള്ള എല്ലാ സാധനവും കാണാൻ ഭാഗ്യമുണ്ടായി. ഇത് പോണ വഴിക്ക് കണ്ടാട്ടോ ഒരാൾ ട്രാക്ടറിന്റെ ബാക്കിൽ ചെറിയ വീട് പോലെ എന്തോ ഒരു സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത് സ്ലോ മൂവിംഗ് വെഹിക്കിൾ ആണ്. അതാണ് ആ ബാക്കിലുള്ള വാണിംഗ് ട്രയാങ്കിൾ വെച്ചേക്കുന്നത്. കറക്റ്റ് ഒരു വളവിങ് വന്ന് ഞങ്ങൾ ഈ വണ്ടിയുടെ ബാക്കിൽ വെട്ടുപോയി. അതുകൊണ്ട് കുറച്ച് നേരം ഇതിന്റെ പുറകെ ഇങ്ങനെ പോകേണ്ടി വന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ സ്പീഡൊക്കെ ഉള്ള ഈ റോഡ് നേരെ റെസിഡൻഷ്യൽ ഏരിയയിലേക്കും പിന്നെ ആളുകളുടെ വീട്ടിലേക്കൊക്കെ കണക്ട് ആവും എന്നുള്ളതാണ്. അത് കുറച്ച് ഡേഞ്ചറും പിന്നെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നി. കാരണം സാധാരണ ഇവിടെ സ്പീഡ് കുറയ്ക്കാൻ എക്സിറ്റ് ലൈനും സ്പീഡ് കൂട്ടാൻ ആക്സിലറേഷൻ റോഡൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. എന്തായാലും 1 മണിക്കൂറും കുറെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി. ഇത് സെക്കൻഡ് ഹാൻഡ് ടയേഴ്സ് വാങ്ങി റെഡിയാക്കിയിട്ട് ചീപ്പ് റേറ്റിൽ വിൽക്കുന്ന സ്ഥലം കേട്ടോ. യൂറോപ്പ് മൊത്തം ഒരു ടയേഴ്സ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ നമ്മുടെ ടയേഴ്സ് ആയിട്ടുള്ള പരിപാടി തുടങ്ങി. പെട്ടെന്ന് ടയേഴ്സ് ഒക്കെ കയറ്റിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. തിരിച്ചു പോകുമ്പോൾ കൺട്രി റോഡ് വേണ്ട, കുറച്ച് എക്സ്ട്രാ റോഡ് ഇട്ടാണെങ്കിലും വേണ്ടില്ല, മോട്ടോർ വേ വലിയ ഹൈവേ വഴി പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു മോട്ടോർ വേയിൽ വന്ന് കയറി. ഇതാകുമ്പോൾ 100 കിലോമീറ്ററിൽ വെച്ച് കയറി അങ്ങ് പോകാലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി ലോഡ് ഇറക്കണം. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ബോസ് പറഞ്ഞ് പോയി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടിരാൻ ഞാൻ നേരെ ഒരു അഫ്ഗാനി റെസ്റ്റോറന്റിൽ പോയി ലാം കരാഹിയും കുബൂസും പിന്നെ ലാമ്പ് ഫ്രൈയും കൂടെ പറഞ്ഞു. ബോസ് കാശ് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള ഒരു ലെവലായിരുന്നു. അപ്പൊ ഇത് കിട്ടിയപ്പോൾ അവസ്ഥ പറയണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി കാണുന്ന ടയേഴ്സ് ഒക്കെ ഇറക്കണം. അതൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോഴേക്ക് അടപ്പ് തെറിച്ചു എന്നുള്ളതാണ്. ഇനി വീട്ടിൽ പോവാം. അപ്പൊ ബാക്കി നാളെ.